ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സഞ്ചാരി അമ്മി യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ സീഷൽ മ്യൂസിയം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണോ. ഇനി അവിടുന്ന് നേരെ പോകുന്നത് പഞ്ചരഥാസ് കാണാൻ വേണ്ടിയിട്ടാണ്. സീഷൽ മ്യൂസിയത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. പഞ്ചരഥ അഥവാ പാണ്ഡവരഥ പേര് സൂചിപ്പിക്കുന്ന പോലെ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇതിൻ്റെ ചുറ്റുപാടും ഒരുപാട് ശില്പനിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് വരുന്ന കല്ലുകളൊക്കെ കൊണ്ടാണ് അധികവും ഇങ്ങനത്തെ ശില്പങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിനെല്ലാം പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരൊറ്റ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എല്ലാ ആർക്കിയോളജിക്കൽ സൈറ്റിലെ മോണുമെൻറ്റ്സും കാണാൻ പറ്റുന്നതാണ്. മഹാബലിപുരം അതിൻ്റെ പുരാതന ശിലാകൊത്തുപണികൾക്കും പാറയിൽ കൊത്തിയ ക്ഷേത്രങ്ങൾക്കും പേരുകേട്ടതാണ്. അതിൽ തീരക്ഷേത്രം, പിന്നെ ഈ കാണുന്ന 5 രഥങ്ങൾ ഉൾപ്പെടുന്നു. ഈ കാണുന്ന ദ്രൗപദി രഥം ഏറ്റവും ചെറിയ രഥമാണ്. AD 630 നരസിംഹവർമ്മൻ 1 രാജാവിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചതും ഗ്രനൈറ്റിൽ നിന്ന് വെട്ടിയെടുത്തതുമായ 5 ഏകശിലാരൂപത്തിലുള്ള സ്വതന്ത്രമായി നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പഞ്ചരഥങ്ങൾ. ഈ 5 രഥങ്ങളിലും വെച്ച് ഏറ്റവും വലിയ രഥമാണ് ഈ കാണുന്ന ഭീമരഥം. ഇതിന് ബാരൽ പോലെയുള്ള കമാനാകൃതിയിലുള്ള മേൽക്കൂരയുണ്ട്. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ചുവരുകളിൽ ശില്പങ്ങളൊന്നും ഇല്ല. ഈ കാണുന്ന രഥങ്ങളൊക്കെ പൂർത്തീകരിക്കുകയോ സമർപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വാസ്തുവിദ്യ മോഡലായിട്ട് ഇന്നും നിലനിൽക്കുന്നു. ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയിൽ പിന്നീട് പരിണമിച്ച ക്ഷേത്രരൂപങ്ങളുമായുള്ള ആദ്യകാല പരീക്ഷണങ്ങൾ ഈ ഘടനയിൽ കാണാം.